ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. 9ാം ക്ലാസ്സിലെത്തി. 9ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് മാറിയത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വളരെ ഈസി ആയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് പെയേഴ്സ് ഓഫ് ഇക്വേഷൻ അഥവാ സമവാക്യ ജോഡികളാണ്. ഈ ഒരു ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സംഭവങ്ങളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സും ആഡ് ചെയ്യാൻ വന്നാൽ നമ്മൾ എന്ത് എഴുതണം? നമ്മൾ രണ്ട് വസ്തുക്കൾ ആഡ് ചെയ്യുമ്പോൾ ഒരു മാംഗോയും ആണെങ്കിൽ നമുക്ക് പറയാം 2 മാംഗോസ്. അതുപോലെ എക്സും ആഡ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 2x എന്നാണ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ 2x എന്നാണ്. അതുപോലെ എക്സിനെ എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യാൻ വരുമ്പോൾ നമ്മൾ എഴുതേണ്ടത് x² എന്നാണ്. ഇനി എക്സിലോട്ട് 2x ആഡ് ചെയ്യാൻ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ 2x ഉണ്ട്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? x പ്ലസ് x എന്ന് എഴുതാം. അതായത് ടോട്ടൽ 3x ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 3x എന്നാണ്. ഇനി എക്സിനെ 2x കൊണ്ട് ഇൻറ്റു ചെയ്യാൻ വന്നാലോ? അപ്പോൾ നമുക്ക് എഴുതേണ്ടത്, ശ്രദ്ധിക്കുക, x ഇൻറ്റു 2x ആണ്. x ഇൻറ്റു 2x എന്ന് പറയുമ്പോൾ ഈ എക്സിനെ ഈ x കൊണ്ടാണ് ഇൻറ്റു ചെയ്യുന്നത്. 2 ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത്, ശ്രദ്ധിക്കുക, 2x² എന്നാണ്. ഓക്കെ, ഒരു എക്സിന് 2x കൊണ്ട് ഇൻറ്റു ചെയ്യാൻ വരുമ്പോൾ ഈ എക്സും എക്സ് ഇൻറ്റു ആയിട്ട് x² ആകും. 2 അവിടെ ഉണ്ടായിരിക്കും. 2x² എന്നാണ് ആൻസർ കൊടുക്കേണ്ടത്. ഇനി x ഇൻറ്റു y എന്ന് വന്നാലോ? അത് xy ആണ്. അതിനെ യോജിപ്പിച്ച് എഴുതാം. ഇവിടെ x പ്ലസ് x വന്നാലും x പ്ലസ് x എന്ന് എഴുതരുത്, പകരം 2x എന്ന് എഴുതണം. x ഇൻറ്റു y വന്നാൽ xy എന്ന് എഴുതാം. അപ്പോൾ xy എന്ന് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ ഒരു ഇൻറ്റു സൈൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യണം. ഓക്കെ, ഇനി 6x എന്ന് പറയുമ്പോഴോ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, 6x എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു x ആണ്. അതിനിങ്ങനെ എഴുതാനല്ല, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. 6x എന്ന് എഴുതിയാൽ 6 ഇൻറ്റു x ആണ്. ഇനി ഈ സമവാക്യ ജോഡികൾ എന്നുള്ളതിൽ നമുക്ക് അറിയാം, സമവാക്യം എന്ന് പറഞ്ഞാൽ, ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ സൈൻ ഇട്ടിട്ട് എഴുതുന്ന ടേംസിന് അരിത്മാറ്റിക് എക്സ്പ്രഷനാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയാം. ഇത് യൂസ് ചെയ്യുന്നത് ഒരു അറിയാത്ത സംഭവത്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. എക്സ് കൊടുത്തിട്ടൊരു സമവാക്യം ഉണ്ടായിരിക്കും, അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. 6x + 3 = 15 എന്നാണെങ്കിൽ ഇവിടെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ചെയ്യേണ്ടത്, നോക്കൂ, ഇവിടെ എക്സിനെ മാത്രം ഈക്വലിൻ്റെ ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള നമ്പേഴ്സിനെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഒന്നിച്ച് കൊണ്ടുപോകാൻ പാടില്ല, പകരം ഓരോ നമ്പേഴ്സായിട്ട് നമ്മൾ കൊണ്ടുപോവുക. അപ്പോൾ ആദ്യം ഇവിടെ ഉള്ളത് ഒറ്റയ്ക്ക് നിൽക്കുന്ന നമ്പർ 3 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ 3നെ കൊണ്ടുപോകുന്നു, 6xനെ ഇവിടെ നിർത്തുന്നു. ഓക്കെ, അപ്പോൾ എന്ത് വരും? 6x ഈ 3നെ ഈക്വൽ സൈനിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കണം, 3യുടെ ഫ്രണ്ടിലുള്ള പ്ലസ് സൈന് മാറിയിട്ട് എന്താകും? മൈനസായിട്ട് മാറും. അപ്പോൾ നമ്മൾ ആരുടെ വീട്ടിലേക്കാണ് പോകുന്നത്? 15ൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ 15 ആദ്യം എഴുതണം. 15 മൈനസ്, ശ്രദ്ധിച്ച്, ഈ +3 എന്നുള്ളത് ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ അത് സൈന് മാറും, സൈന് നെഗറ്റീവ് ആകും, -3 ആകും, -3 ആകും. അപ്പോൾ എന്താണ്? 6x = 12 എന്ന് കിട്ടും. ഇനി നമുക്ക്, ഞാൻ ആദ്യമേ പറഞ്ഞ എക്സ് മാത്രമേ ഇവിടെ വരാൻ പാടുള്ളൂ, ബാക്കി നമ്പേഴ്സിനെല്ലാം ഓരോരുത്തരായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം. ആദ്യം എക്സിൻ്റെ കൂടെ ഉള്ളവരെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ കൊണ്ടുപോവുക. ഇനി ലാസ്റ്റ് എക്സിൻ്റെ കൂടെ ഉള്ളവരെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോയാലേ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടുക. അപ്പോൾ ഇവിടെ ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാകും, ഇവിടെ 6ൻ്റെ സൈന് പ്ലസ് അല്ലേ, അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അത് മൈനസ് ആണോ ആവുന്നത്? അങ്ങനെയല്ല, ശ്രദ്ധിക്കണം. അവിടെ നമ്മൾ ഈ ബോർഡ് മാസ് റൂള് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ്, ഓർഡർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓർ സ്ക്വയർ, ഡി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ, എം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, എ എന്ന് പറഞ്ഞാൽ അഡീഷൻ, എസ് എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ഷൻ. അപ്പോൾ മാത്സിൽ എന്ത് പ്രോബ്ലംസ് വരുമ്പോഴും 2 സംഭവം വരുമ്പോൾ നമ്മൾ ആദ്യം ഏതാണ് വന്നത് അയാളെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞു 6x എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു x ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? 6 ഇൻറ്റു x ആണ്. അപ്പോൾ ഈ 6 അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെയുള്ള പ്ലസ്സിനല്ല പരിഗണിക്കേണ്ടത്. ശ്രദ്ധിച്ച്, മൾട്ടിപ്ലിക്കേഷനും അഡീഷനും വരുന്നത് നോക്കിയേ, ആദ്യം വരുന്നത് മൾട്ടിപ്ലിക്കേഷനാണ്. ഫസ്റ്റ് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതായിരുന്നു ചെയ്യേണ്ടത്, പിന്നെ ഓർഡർ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അഡീഷൻ. അപ്പോൾ ഇവിടെ നോക്കൂ, മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അഡീഷനെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 6ൻ്റെ സൈന് പ്ലസ് ആണെങ്കിലും ആദ്യം നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് ഈ ഇൻറ്റുവിനെയാണ്. അപ്പോൾ 6x = 12 എന്ന് പറഞ്ഞാൽ 6 × x = 12 ആണ്. അപ്പോൾ എക്സിനെ ഇവിടെ നിർത്തുക.
ഈ ഇൻറ്റു 6നെയാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് ഡിവൈഡ് ബൈ 6 ആവും. ഓക്കെ, അതായത് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 എന്നാവും. ഓക്കെ, അപ്പോൾ അത് കറക്റ്റാണോ എന്ന് നമുക്ക് നോക്കാം. 6 ഇൻറ്റു 2 പ്ലസ് 3 എന്ത് വരും നോക്കിയാൽ മതി. 6 ഇൻറ്റു 2 12, 12 പ്ലസ് 3 എന്ന് വരും. ദാറ്റ് ഈസ് 15 എന്ന് കിട്ടി. കണ്ടല്ലോ, 15 കിട്ടണമെങ്കിൽ ഇവിടെ എക്സിൻ്റെ വാല്യൂ 2 ആയിരിക്കണം. ഇങ്ങനെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിനാണ് ഈ ഒരു പെയേഴ്സ് ഓഫ് ഇക്വേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ.